നമസ്കാരം. അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന അടിപൊളിയായിട്ടുള്ള കണ്ടംപററി ഡിസൈൻ എന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീട് കണ്ടു കഴിഞ്ഞാൽ നല്ല ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു മനോഹരമായൊരു വീടാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഇതിൻ്റെ എലിവേഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര യുണീക്കായിട്ട് ഉള്ള ഒരു വീടാണ് ഈ കാണുന്നത്. ആരും പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ എലിവേഷൻ ഡിസൈനും കാര്യങ്ങളൊക്കെ പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഈ നല്ല മനോഹരമായ വീടിൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തച്ചോട്ടാവിന് സമീപമാണ് നമുക്ക് ഈ ഒരു വീട് വന്നിട്ടുള്ളത്. നമുക്ക് അടുത്തായിട്ട് തന്നെ വേറെ വില്ലാസും കാര്യങ്ങളൊക്കെ ഇതുപോലെ പണി ചെയ്ത് വരുന്നുണ്ട്. നല്ല മനോഹരമായ ബ്യൂട്ടിഫുൾ വില്ലാസ് തന്നെയാണ് ഈ ഏരിയയ്ക്കകത്ത് നമുക്ക് ഈ ഒരു റെസിഡൻഷ്യൽ ഏരിയക്കകത്ത് വരുന്നത്. അപ്പോൾ അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു വില്ല പ്രോജക്റ്റിൻ്റെ അകത്ത് കംപ്ലീറ്റായി തീർന്നിരിക്കുന്ന ഒരു വീടാണ് നമുക്ക് ഈ കാണുന്നത്. 4 സെൻറ്റിൽ 2200 സ്ക്വയർ ഫീറ്റിൽ നമുക്ക് 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്ത മനോഹരമായ ഒരു വീട്, കണ്ടംപററി ഡിസൈൻ ആയിട്ടുള്ള ഒരു അൾട്രാ ലക്ഷറി ലുക്ക് വരുന്ന ഒരു വീടാണ് നമുക്കിന്ന് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പറയാൻ പോകുന്നത്. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. സെൻട്രൽ സിറ്റിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ, ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 13 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. എലിവേഷനിൽ നമുക്ക് മുകളിൽ നമുക്ക് കേബിൾ റൂഫും അങ്ങനത്തെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് 3D എലിവേഷനും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമുക്ക് മനോഹരമാക്കി ഇത് വർക്കൗട്ട് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് നമുക്ക് സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റും ഡെക്കറേഷനായിട്ട് നമുക്ക് ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് തച്ചോട്ടാവ് ഇരട്ടക്കല്ലിങ്കൽ ഭാഗത്തുനിന്ന് ഒരു വീടാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു വീട് നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 250 മീറ്റർ മാത്രം മാറിയിട്ടാണ് നമുക്ക് ഇത് വരുന്നത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10 കിലോമീറ്റർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 13 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ്. തച്ചോട്ടാവ് ജംഗ്ഷനിൽ നമ്മൾ നോക്കുവാണെങ്കിൽ 1 കിലോമീറ്ററിനകത്ത് തന്നെ വരുന്ന ഡിസ്റ്റൻസിലാണ് നമുക്ക് ഈ ഒരു വീട് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഒരു ഭാഗം, ഒരു സൈഡ് ചുമര് മുഴുവനും നമുക്ക് ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മനോഹരമായ വീടിൻ്റെ നമുക്ക് ഫുൾ ഡീറ്റെയിൽസോടെ നമുക്ക് കിടക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ ഇനേബിൾ ചെയ്യുക. നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടേജ് മുഴുവൻ നമുക്ക് 5 മീറ്റർ വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് നമുക്ക് വരുന്നുണ്ട്. വാസ്തുപ്രകാരം തന്നെയാണ് ഈ വീടെല്ലാം കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പം നമുക്ക് നേരെ വീടിൻ്റെ കോമ്പൗണ്ടിനകത്തോട്ട് കിടക്കാം. കോമ്പൗണ്ടിനകത്ത് കിടക്കുന്നതിൻ്റെ ആ ഒരു എൻട്രൻസ് ഗേറ്റ് മുഴുവൻ നമുക്ക് ഇത്രയും വൈഡായിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം വലിയൊരു SUV മോഡൽ കാറുകളായാലും വലിയ വണ്ടികളായാലും നമുക്ക് വീടിനകത്ത് സുഖമായിട്ട് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു വൈഡായിട്ടുള്ള ഒരു എൻട്രൻസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ പോകുമ്പോഴത്തേക്കും നമുക്കിവിടെ ഫുള്ളി ഇൻ്റർലോക്ക് ചെയ്ത ഒരു ഫ്രണ്ടേജ് തന്നെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അത് നമുക്ക് കടപ്പാക്കല്ലും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസും ഉപയോഗിച്ചിട്ടാണ് നമുക്കിവിടെ ഫ്രണ്ട് എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. തൊട്ട് ഈ ഒരു സൈഡിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ചെറിയൊരു ഗാർഡൻ പ്രൊവിഷൻ ചെയ്യാനുള്ള ഒരു ഏരിയ നമുക്കിവിടെ വിട്ടിട്ടുണ്ട്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് കിണർ തന്നെയാണ്. ഈ ഭാഗത്താണ് കിണറിൻ്റെ ഒരു സ്ഥാനം വഹിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പൈപ്പ് കണക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ടേജിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയ ഗാർഡൻ വയ്ക്കാനുള്ള പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ടേജിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കവേർഡ് കാർ പാർക്കിംഗ് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ വീടിൻ്റെ ഫ്രണ്ടേജ് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. കവേർഡ് കാർ പാർക്കിങ്ങിൻ്റെ പില്ലർ മുഴുവൻ നമുക്ക് ടെക്സ്ചർ വർക്ക് വരുന്ന ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് ഇതിനകത്ത് ഒരു SUV മോഡൽ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. തൊട്ട് മുകളിലായിട്ട് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്കും 2 എൻട്രൻസ് ഉൾപ്പെടുത്തി നമുക്ക് പണി ചെയ്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരുന്ന ഒരു സിറ്റ് ഔട്ടാണ് ഈ കാണുന്നത്. 8x6 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഭാഗത്ത് നമുക്ക് നോക്കുവാണെങ്കിൽ യുണീക്കായിട്ട് വരുന്ന ഒരു വിൻഡോ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ഫ്രണ്ട് ഡോർ മുഴുവൻ നമുക്ക് തേക്കിൻ തടിയിലാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. നല്ല എലഗൻറ്റ് ഡിസൈനിൽ നല്ല സ്റ്റാൻഡേർഡ് രീതിയിൽ നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു വർക്കാണ്. ഫോൾ സീലിംഗ് നമ്മൾ നോക്കുവാണെങ്കിൽ സ്പോട്ട് ലൈറ്റ് ആണ് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളതും. അതുപോലെ തന്നെ കണ്ടിന്യൂഷനായിട്ട് മുകളിൽ നിന്ന് ടോപ്പ് എൻഡിൽ നിന്ന് നമുക്ക് കണ്ടിന്യൂഷനായിട്ട് വരുന്ന ടെക്സ്ചർ വർക്ക് വരുന്ന ഒരു ചുമരിൻ്റെ ഭാഗമാണ് നമുക്കിവിടെ സിറ്റ് ഔട്ടിൻ്റെ ഒരു സൈഡ് പോർഷൻസ് ഓൾ വരുന്നത്. നമുക്ക് നേരെ ഇനി വീടിൻ്റെ ഇൻറ്റീരിയറിലോട്ട് കിടക്കാം. സിറ്റ് ഔട്ടിൽ നമ്മൾ നേരെ വീടിൻ്റെ ഇൻറ്റീരിയറിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നത് നല്ല വിശാലമേറിയ ഒരു ലിവിങ് ഏരിയയാണ്. നമുക്കൊരു L ഷേപ്പ് മോഡലാണ് ഒരു ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയ ഉൾപ്പെടെ നമുക്ക് വന്നിരിക്കുന്ന ഒരു ഏരിയ. നല്ല വിശാലമേറിയ ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഇത്രയും വൈഡായിട്ടും ഇത്രയും സ്പേഷ്യസ് ആയിട്ടും നമുക്ക് ഇൻറ്റീരിയർ ഭാഗത്തുള്ള ഒരു ലിവിങ് ഏരിയ നമുക്ക് വന്നിട്ടുണ്ട്. ലിവിങ് ഏരിയ ഡയമെൻഷൻ വരുമ്പോഴത്തേക്കും 14x12 ആണ് നമുക്ക് ഡയമെൻഷൻ വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. നല്ല ക്വാളിറ്റി ടൈൽസ്, നമുക്ക് പ്രീമിയം രീതിയിലുള്ള ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്താണ് നമുക്കിവിടെ ഫ്ലോറിംഗ് എല്ലാം ചെയ്തിരിക്കുന്നത്. അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയ നമുക്ക് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്.
ആ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ നമുക്ക് വാൾപേപ്പറും കാര്യങ്ങളും വെച്ച് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനോട് ഉൾപ്പെടുത്തി കൊടുത്തിട്ടുള്ള TV യൂണിറ്റ് ഏരിയ. കർട്ടൺ ബ്ലിൻസും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ വിൻഡോസിൽ വന്നിട്ടുണ്ട്. ഈ TV യൂണിറ്റിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവിടെ ബോർഡും കാര്യങ്ങളും വെച്ച് ചെയ്തിട്ടുള്ള TV യൂണിറ്റ് എത്ര വലിയ TV ആയാലും നമുക്കവിടെ ബൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. സൈഡിലും താഴെയുമായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും കാര്യങ്ങളും സെറ്റ് ചെയ്ത് സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കി തീർത്തിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയയാണ് നമുക്കിവിടെ കാണുന്നത്. ഒരു കോർണറിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അത്രയും വിശാലമേറിയൊരു ലിവിങ് ഏരിയ തന്നെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോവാം. അതിനു മുന്നേ നമുക്ക് ഈ ഫോൾ സീലിംഗ് വർക്ക് ജസ്റ്റ് നോക്കാം. ഈ ഒരു മോഡലാണ് നമുക്കിവിടെ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായിട്ട് കൊടുത്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. പോകുന്ന ഡൈനിങ് ഏരിയയിലോട്ടാണ്. ഡൈനിങ് ഏരിയയിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു ഭാഗത്ത് ടെക്സ്ചർ വർക്ക് വരുന്ന ഒരു ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന ഡബിൾ ഹൈറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു ഓപ്പണിംഗ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സും കാര്യങ്ങളും സെറ്റ് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ് നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോവാം. ഡൈനിങ് ഏരിയയിലോട്ട് പോകുന്നതിൻ്റെ ആ ഒരു ഭാഗത്തുള്ള പാർട്ടീഷനാണ് ഈ കാണുന്നത്. നല്ല മനോഹരമായി യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് പാർട്ടീഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം മുഴുവനും നമുക്ക് വന്നിട്ടുള്ളത് ഒരു ഫോൾ സീലിംഗ് വർക്കാണ് ഈ കാണുന്നത്. വുഡൻ പാറ്റേൺ വരുന്ന ഇതും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് കൊടുത്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു വർക്ക് തന്നെയാണ് ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ നമുക്ക് വരുന്നത്. 8x12 ഡയമെൻഷൻ വരുന്ന ഈ ഒരു ഏരിയ ആണ് നമുക്ക് ഡൈനിങ് ആയിട്ട് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിയ സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഡൈനിങ് എല്ലാം നമുക്ക് ചെയ്തിട്ടുള്ളതും. 12 ചെയർ ഉൾപ്പെടെ വരുന്ന ഒരു ഡൈനിങ് ടേബിൾ ആയാലും നമുക്കിവിടെ ബൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളും നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. ഫ്ലോറിംഗ് എല്ലാം തന്നെ ഖജീറയുടെ നല്ല ക്വാളിറ്റി ടൈൽസ്, പ്രീമിയം രീതിയിലുള്ള ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കർട്ടൺ ബ്ലിൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ വാൾപേപ്പറും കാര്യങ്ങളും യൂസ് ചെയ്ത് നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന ഡിസൈനും കാര്യങ്ങളും വെച്ച് ഒരു ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്ക് നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ഒരു വുഡൻ പാറ്റേൺ സെൻറ്ററിൽ കൊടുത്തിട്ട് സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡൈനിങ് ഏരിയയ്ക്കായിട്ട് വന്നിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയ ആണ് ഈ കാണുന്നത്. വാഷ് കൗണ്ടർ ഏരിയ നല്ല അടിപൊളിയായിട്ട് ഒരു യുണീക്ക് ഡിസൈനിൽ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ഉൾപ്പെടെയാണ് നമുക്കിവിടെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. തൊട്ട് താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് അടിപൊളിയായിട്ട് കൊടുത്തിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയ ആണ്. ഇനി നമുക്ക് വീടിൻ്റെ ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിടക്കുന്ന കിച്ചണിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഈ കാണുന്നതാണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിടക്കുന്ന കിച്ചൺ. എൻട്രൻസിൽ തന്നെ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓപ്പണിംഗ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. നല്ല കളർ കോമ്പിനേഷൻ, കളർ തീം ഉൾപ്പെടെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന നല്ല മനോഹരമായ ഒരു കിച്ചണിൻ്റെ ക്യാബിനറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്നത്. ഫ്ലോറിംഗ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളൊക്കെ വുഡൻ പാറ്റേൺ വരുന്ന ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന എല്ലാം തന്നെ നമുക്ക് അലുമിനിയം ബോർഡിലാണ് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് വർക്കെല്ലാം നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. നല്ല മോഡുലാർ രീതിയിലുള്ള ഒരു കിച്ചൺ, നല്ല സ്പേഷ്യസ് ആയിട്ട് പണി ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ തന്നെയാണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഫ്രിഡ്ജും കാര്യങ്ങളും വയ്ക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തോട്ട് തന്നെയാണ് ബാക്കി വർക്കെല്ലാം ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ പ്രൊഫൈൽ ലൈറ്റ് ചാനലെല്ലാം നമുക്ക് ഇതുപോലെ കബോർഡിൻ്റെ താഴെ നമുക്ക് കൊടുത്ത് ഫിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. ചിമ്മിനിയും ഹോബും ഉൾപ്പെടെ നമുക്ക് ഓൾറെഡി ഇവിടെ നമുക്ക് ഇൻബിൽഡാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിച്ചണിൻ്റെ ഒരു ലുക്ക് വരുന്നത്. തൊട്ട് മുകളിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഫോൾ സീലിംഗ് വർക്ക് കാര്യങ്ങളെല്ലാം സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റും ഒരു സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ആക്കി കൊടുത്തിരിക്കുന്ന ഒരു ഏരിയ ആണ്. കിച്ചണിൻ്റെ ഡയമെൻഷൻ നമുക്ക് വരുമ്പോഴത്തേക്കും 13x12 ആണ് നമുക്ക് കിച്ചണിൻ്റെ ഡയമെൻഷൻ. അത്രയും സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കിച്ചണിൻ്റെ ഈ ഒരു സൈസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. കിച്ചണോട് ചേർന്ന് തന്നെയാണ് നമുക്കൊരു വർക്ക് ഏരിയ നമുക്കിവിടെ വന്നിട്ടുണ്ട്. വർക്ക് ഏരിയയിലോട്ടാണ് ഈ ഒരു ഏരിയ പോകുന്നത്. 8x5 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു വർക്ക് ഏരിയ, സിങ്കും അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് നമുക്ക് കൊടുത്തിട്ടുണ്ട്. താഴെ ആയാലും നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. പൈപ്പ് കണക്ഷനും എല്ലാം നമുക്കിവിടെ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ കിച്ചണോട് ചേർന്ന് കിടക്കുന്ന ഒരു വർക്ക് ഏരിയ.
വീടിന് ആദ്യം പറഞ്ഞതുപോലെ തന്നെ 4.5 സെന്റിൽ 2200 സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച വീടാണ്. അതിൽ നമുക്ക് 4 ബെഡ്റൂം നമുക്ക് വരുന്നുണ്ട്. ഒരെണ്ണം നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലാണ്, ബാക്കിയുള്ള എല്ലാം നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ടാണ് ഈ പോകുന്നത്. ഇത്രയും വിശാലമേറിയ ഒരു റൂം സൈസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. 12x12 നമുക്ക് ഈ റൂം സൈസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. ബെഡ് സ്പേസും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ഒരുക്കി കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു റൂമാണ്. അത്യാവശ്യം നല്ല അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു ഏരിയയാണ്. തൊട്ട് മുകളിലായിട്ട് ഫോൾ സീലിംഗ് വർക്കെല്ലാം ഈ ഒരു പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്ക് വന്നിട്ടുള്ള റൂമാണ്. ഒരു വാൾ റൂഫ്സ് നമുക്കിവിടെ ഓൾറെഡി ഇൻബിൽഡ് ആണ്. നല്ല മനോഹരമായ ഒരു വാൾ റൂഫ്സ് ആണ് നമുക്കിവിടെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഈ ഒരു വ്യൂ ആണ് നമുക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും റൂമിൻ്റെ ഒരു വ്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം. നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെ ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് ചെയ്തേക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ ഫുൾ നമുക്ക് ടൈൽസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് തീർത്തിട്ടുള്ള ഒരു ഏരിയയാണ് നമുക്കിവിടെ വന്നേക്കുന്നത്. അപ്പം നമുക്കിനി നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് നമുക്ക് പോവാം. ഫസ്റ്റ് ഫ്ലോറിൽ പോകുവാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് ഈ ഒരു പാറ്റേണിലാണ് ചെയ്തേക്കുന്നത്. എല്ലാം നമുക്ക് തടിയിലാണ് വന്നിരിക്കുന്നത്, തേക്കിൻ തടിയിലാണ് നമുക്ക് ചെയ്തേക്കുന്നത്. ആ സ്ട്രിപ്പ് ബാർസും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് നമുക്ക് ഇരുമ്പിലാണ് നമുക്ക് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല വിശാലമേറിയ ഈ ഒരു ഭാഗം നമുക്ക് നോക്കുവാണെങ്കിൽ ഫുൾ നമുക്ക് അടിപൊളിയായിട്ട് ഇത്ര നല്ല വിശാലമേറിയ ഒരു സ്റ്റെയറും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. തൊട്ടൊരു സൈഡിലായിട്ട് തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനൽ കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് അടിപൊളിയായിട്ടൊരു ഡെക്കറേഷൻ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. മാർബിൾ സ്റ്റെപ്സ് ആണ് ഇവിടെ, ഫുൾ സ്റ്റെപ്പുകൾ മാർബിളിലാണ് വന്നേക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ടെക്സ്ചർ ഡിസൈനിൽ വരുന്ന വർക്കും കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്ന ഒരു ചുമരാണ്. തൊട്ട് മുകളിലായിട്ട് ഫർഗോള മോഡൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഓപ്പണിങ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഫാൻസി ലൈറ്റൊക്കെ കൊടുത്ത് നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന ഒരു ഏരിയ. അപ്പോൾ നമുക്ക് നേരെ സ്റ്റെയർ കയറി വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ ഇവിടെ എത്തുന്നത്. ഹോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ഈ ഒരു പാറ്റേൺ ആണ്. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല നീളം വാക്കിനുള്ള ഒരു ഹോളും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ താഴെ നമ്മൾ നോക്കിയപ്പോൾ ഡബിൾ ഹൈറ്റ് വരുന്ന ഒരു ചുമര് നമുക്ക് ഇവിടെ നിന്നാണ് നമുക്ക് ആ ഓപ്പണിങ് നമുക്ക് വന്നിട്ടുള്ളത്. 10x14 നമുക്ക് ഈ ഒരു ഹോളിൻ്റെ ഡയമെൻഷൻ വന്നേക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്കൊരു ഹോൾ, 3 ബെഡ്റൂം, ഒരു ബാൽക്കണിയാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി നേരെ വീടിൻ്റെ ബാൽക്കണിയിലോട്ട് പോവാം. സ്റ്റെയർ കയറി മുകളിലോട്ട് വരുന്ന ആ ഒരു പോർഷനിൽ നിന്നാണ് നമുക്ക് ബാൽക്കണി ഓപ്പണിംഗ് അത് വരുന്നത്. നല്ലൊരു യൂണീക്കായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നമുക്കിവിടെ ഫോളോ ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള വിശാലമേറിയ ഒരു ബാൽക്കണിയും ഓപ്പൺ ഏരിയയും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല മനോഹരമാക്കി തീർത്തിരിക്കുന്ന ഒരു ഏരിയയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് മുഴുവൻ ഗ്രാനൈറ്റിൻ്റെ ടൈൽസും കാര്യങ്ങളാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് 8x10 ഡയമെൻഷൻ വരുന്ന ഒരു ചെറിയൊരു പോർഷൻ ബാൽക്കണിയായിട്ട് വരുന്നുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് ഒരു ഓപ്പൺ മോഡൽ രീതിയിലുള്ള ബാൽക്കണിയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് ചെയ്തേക്കുന്നത്. ടെക്സ്ചർ വർക്ക് വരുന്ന ഒരു ചുമരും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളും കൊടുത്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ താഴെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു 3D എലിവേഷൻ പോലെ നമുക്ക് കണ്ട ആ ഒരു ഡിസൈനും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂവും കാര്യങ്ങളും തന്നെയാണ് നമുക്ക് ഈ മുകളിലൊന്ന് നമുക്കിവിടെ വന്നിട്ടുള്ളത്. നല്ല മനോഹരമായ ഒരു സ്ലാൻഡിങ് പൊസിഷനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് ആ ഒരു ഭാഗം കവർ ചെയ്ത് ഇത് നമുക്ക് കേബിൾ റൂഫ് വരുന്ന ടോപ്പ് എൻഡ് മോഡലാണ്. അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂവും കാര്യങ്ങളാണ് നമുക്കിവിടെ ഈ ഒരു ബാൽക്കണിയിൽ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം. നല്ല വിശാലമേറിയ റൂമും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് നല്ല മനോഹരമാക്കി തീർത്തിരിക്കുന്ന ഒരു ഏരിയയാണ്. ബെഡ് പൊസിഷനും കാര്യങ്ങളെല്ലാം അവിടെ സെറ്റ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ട് 2 സൈഡിലും വിൻഡോ ഉൾപ്പെടെ കർട്ടൻ ബ്ലൈൻഡ്സ് ഉൾപ്പെടെ നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു ഏരിയ. താഴെ ഫ്ലോറിംഗ് നമുക്ക് നോക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള ടൈൽസും കാര്യങ്ങളൊക്കെ പ്രീമിയം രീതിയിലുള്ള ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു മനോഹരമായ ഒരു വാൾ റൂഫ്സ് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ടെക്സ്ചർ വർക്ക് വരുന്ന ഒരു ചുമരും അവിടെ കൊടുത്ത് ബെഡ് സ്പേസ് ആണ് അവിടെ നമുക്ക് വരുന്നത്. തൊട്ട് മുകളിൽ സ്പോട്ട് ലൈറ്റും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, തൊട്ട് മുകളിൽ ഫോൾ സീലിംഗ് നമുക്ക് ഈ ഒരു പാറ്റേൺ ആണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഈ ഒരു റൂം. ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് നമുക്ക് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബാത്റൂം നമുക്ക് വന്നേക്കുന്നത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്ന
ഒരു ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടത്. നമുക്ക് നേരെ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. എല്ലാ റൂം സൈസും നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. 14x12 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ വിശാലമേറിയ വീതിയുള്ള ഒരു ബെഡ്റൂമാണ്. ഇവിടെ നമുക്ക് ബെഡ് സ്പേസും കാര്യങ്ങളും കൊടുത്ത് ടെക്സ്ചർ വർക്ക് വരുന്ന ഒരു ചുമരും കാര്യങ്ങളും സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ട് തൊട്ട് മുകളിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം ഈ ഒരു ഡിസൈൻ പാറ്റേണും കാര്യങ്ങളും നൽകിക്കൊണ്ട് ഒരു വാൾ റൂഫ്സ് എല്ലാം നമ്മളെല്ലാ റൂംസിലും ഉള്ളതുപോലെ തന്നെ ഇവിടെ നമ്മൾ കൊടുത്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്നത്. ഒരു കോർണറിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു വ്യൂ, നല്ല മനോഹരമായ ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് നമുക്ക് ബെഡ്റൂമിൻ്റെ കിട്ടുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെ ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് ചെയ്തേക്കുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലത്തെ മൂന്നാമത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ ഈ കാണാൻ പോകുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള വിശാലമേറിയ റൂം നമുക്കിവിടെ വന്നിട്ടുണ്ട്. 13x14 ഡയമെൻഷൻ വരുന്ന അടിപൊളിയായിട്ടുള്ള റൂം. ബെഡ് സ്പേസും കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്ത് നല്ല കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് ഇതിൻ്റെ വാൾ റൂംസിൻ്റെ പൊസിഷൻ വന്നിട്ടുള്ളത്. ഫോൾ സീലിംഗിൽ നമുക്ക് ഈ ഒരു ഫോൾ സീലിംഗ് രീതി തന്നെയാണ് എല്ലാ റൂംസിലും നമുക്ക് വന്നിട്ടുള്ള കോമൺ റൂം ഫോൾ സീലിംഗ് വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒരു സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള റൂമാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം. സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 2 റൂമിൻ്റെയും സെൻറ്ററിൽ കൂടെ ഒരു ഡോർ നമുക്ക് വരുന്നുണ്ട്. അത് നമുക്ക് മെയിനായിട്ട് വരുന്ന ഒരു ഏരിയ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സെപ്പറേറ്റ് ഏരിയയും കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്ന ഒരു ചെറിയൊരു റൂം സൈസ് പോലെ വന്നിരിക്കുന്ന ഒരു ഏരിയ ആണ്. 6x7 ഡയമെൻഷൻ വരുന്ന രീതിയിലാണ് നമുക്ക് ഇവിടുത്തെ ഏരിയ സൈസ് വരുന്നത്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഔട്ടും കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. മുകളിൽ ടെറസിൻ്റെ മുകളിലോട്ട് പോകാനുള്ള ഒരു ഓപ്പണിംഗ് ഡോറാണ് നമുക്ക് ഈ ഒരു ഡോറ് കാണുന്നത്. അപ്പോൾ നിങ്ങളും കണ്ടുകൊണ്ടുന്ന നല്ല മനോഹരമായ ഈ ഒരു വീടിൻ്റെ ഒരു അൾട്രാ ലക്ഷറി ലുക്ക് വരുന്ന കണ്ടംപററി ഡിസൈൻ വരുന്ന ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ 4.5 സെൻറ്റിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻസ് ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ വീടാണ് നിങ്ങൾ ഇത്രയും നേരം ഡീറ്റെയിൽ ആയിട്ട് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വെറും 85 ലക്ഷമാണ്. 85 lakhs ആണ്. നമുക്ക് ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് നമുക്ക് ഈ വീട് വരുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 250 മീറ്റർ മാത്രം മാറി വരുന്ന നല്ല മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസാണ് 85 ലക്ഷം, 85 lakhs. ഇത് നമുക്ക് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പോൾ വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങളെ കസ്റ്റമർ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് ലോൺസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക.